കിട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവർക്കൊരു സർപ്രൈസിലേക്ക് പോവാം. നല്ല കിട്ടിലൊരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാം. എന്തുണ്ട് ഈ പാത്രം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നിയില്ല. എന്താ വെച്ചാൽ ഞാൻ ജയിലിൽ പോയിട്ടില്ല. പ്രിയ വേണ്ടേ സോസേജും മാഷ് പൊട്ടേറ്റോസും? സർപ്രൈസ് പൊളിക്കാൻ പോവാണ്. അതെ, നമ്മൾ ആക്ച്വലി ഫ്രണ്ടിനെ കാണാനല്ല വന്നത്. ഇന്ന് നമ്മുടെ സ്റ്റേ എവിടെയാണ്? പ്രിയയുടെ സെക്ഷനാണ് നിങ്ങൾ ചെയ്തത്. വെൽക്കം ടു അന്തൂസ് ആൻഡ് ജെഫ്രിൻസ് റൂം ടൂർ. അടുത്തത് ജെഫ്രി, ഞാൻ പറഞ്ഞില്ല ഫുഡ് വന്നുകൊണ്ടിരിക്കുന്നു. ഫുള്ളി ലോഡഡ് നാച്ചോസ്. ഈ പ്ലേറ്റ് ഒരു കൈ വെച്ച് പൊക്കാൻ പറ്റില്ല. ജെഫ്രി റെഡി? ഒരു കുട്ടി ലാസ്റ്റ് സോറി പിന്നെ പറഞ്ഞ സുന്ദരി ആയതുകൊണ്ട് ജെഫ്രി കുഴപ്പമില്ല ഫോട്ടോ ചെയ്ത്. സോറി പറഞ്ഞോണ്ടല്ല, സുന്ദരി ആയതുകൊണ്ടാണ്. ഓ, ഇത് ശരിക്കും മറ്റൊരു സിനിമയിലെ മറ്റൊരു റാംബോനൊക്കെ പോലെ ഉണ്ടല്ലോ ജെഫ്രി. ജെഫ്രിൻ തിളക്കം മാത്രം കാണാം. മിണ്ടാതിരുന്ന് ജയിക്കണം കേട്ടോ ഇതെങ്കിലും. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ചെക്ക്ഔട്ട് ആണ്. പിന്നെ ഒരു കാര്യം ഓണസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, റൂമും സ്റ്റേയും ടോയ്ലറ്റ്സും ബെഡും എല്ലാം അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് ഓൾസോ റിയലി നൈസ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ആക്ച്വലി ബാഡ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും നല്ല ഇത്ര ബാംഗ്ലൂരൊക്കെ വന്നാൽ കിടിലൻ സ്ഥലങ്ങളുണ്ടല്ലോ, അങ്ങനെ കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയെങ്കിലും കഴിക്കാം. അപ്പോൾ ആ വഴി തന്നെ ചെക്ക്ഔട്ട് ചെയ്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഹോട്ടൽ, ഒരു ദിവസത്തേക്കല്ലോ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഈ അൽസൂർ ലേക്കിലേക്ക് ഒരു ബായ് പറയാം. അന്തുവിന്റെ ഒരു ഫേവറേറ്റ് സ്ഥലം ആയിരുന്നില്ലേ? അന്തുവിന്റെ ഒരു ഫേവറേറ്റ് സ്ഥലം അല്ലേ ഈ അൽസൂർ ലേക്ക്? അതെ, ഇവിടുന്ന് നല്ല നല്ല വ്യൂസ് ഉണ്ട്. കിടില ഹോട്ടൽസ് ഒക്കെ കാണാം അവിടെ ദൂരെ. ഏത്? അത് ഭയങ്കര ഭംഗിയാ. നല്ല ഹോട്ടലാണെന്ന് തോന്നുന്നു. നമ്മുടെ ക്രൗൺ പ്ലാസൊക്കെ ലുക്ക് ഉണ്ട്. ക്രൗൺ പ്ലാസിനൊക്കെ കാട്ടി ലുക്ക് ഉണ്ട്, നല്ല രസമുണ്ട്. കുഴപ്പമില്ല. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ലവോണിനാണോ? ഓക്കെ, എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ വഴി എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും റൂം നോക്കാം. ഓ, ഇനി അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എന്തെങ്കിലും വാങ്ങി തന്നത് കഴിച്ചാൽ മതി. ഇനി അറിയണം എന്ത്. അതെ, കട്ടപ്പയ്ക്ക് ഉത്തപ്പം. ഹായ് ഗായ്സ്, അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ നല്ല ഇതൊക്കെയുള്ള ടീഷർട്ട് അല്ലേ സെയിലിൽ നിന്ന് വാങ്ങിയതാണ്, ലുലുന്ന് വാങ്ങിയതാണ്. സോ ബ്രേക്ക്ഫാസ്റ്റിന് സോഷ്യൽ, ഇന്നലെ നമ്മൾ എംപയേഴ്സ് പോയല്ലോ സോഷ്യലിൽ കയറാതെ. അപ്പോൾ സോഷ്യൽ നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നല്ല ആംബിയൻസ് ആണ്. പിന്നെ പ്രിയക്കൊക്കെ കുറച്ചും കൂടെ കൊതിയും കൂടെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സോഷ്യൽ ആംബിയൻസും ഫുഡും ഒക്കെ. സോ നേരെ അവിടെ പോയിരിക്കാം. പക്ഷേ ഇവിടെ എൻ്റെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നേ ജസ്റ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞ കടയുണ്ട്. ഡോഗ്സിൻ്റെ എന്തോ കെഫെ പോലെ എന്തോ സംഭവം തോന്നുന്നു. ഓക്കെ, അപ്പോൾ സോഷ്യലിൽ പോയി കിഡിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവർക്കൊരു സർപ്രൈസിലേക്ക് പോവാം. നല്ല കിഡിലൊരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാം. അടിപൊളിയായിരിക്കും. എനിക്ക് ഇവരുടെ സൈൻ ബോർഡ്സ് വരെ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഫീലുള്ളൊരു സ്ഥലമോ ഏത് സോഷ്യലാണെങ്കിലും. ജെഫ്രിൻ വന്നിട്ടില്ലല്ലോ അല്ലേ? നല്ല കിടിലം ഫുഡാ. രാവിലെ തന്നെ നമുക്ക് നല്ല പോർക്കൊക്കെ കിട്ടും നോക്കാം. പ്രോട്ടീൻ ഫുഡ് വേണം. പ്രോട്ടീൻ വേണം, ഉള്ളി പ്രോട്ടീൻ മതി. ഒന്ന് നോക്കാം. ജെഫ്രി കിടിലം ഫീലല്ലേ? അടിപൊളിയാകുമ്പോ ചെയറിന്റെ കളറൊക്കെ വെക്ക്, സിൽവർ ചെയർ. ഇവിടെ ഇരിക്കാം, നമുക്ക് വെളിയിലിരിക്കാം. വെളിയിലൊരു നല്ല വെതറല്ലേ, നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെയൊക്കെ നോക്കിയിട്ട് വരാം. ലൈറ്റ് കുറച്ച് കുറവാ. വേണമെങ്കിൽ ജെഫ്രിൻ ഇവിടെ ഇരുന്നോ, ഇതിലിരിക്കുന്നു. അതെന്തായാലും താഴെ ഇടിക്കും കേട്ടോ. ജെഫ്രി ഇത് എന്തായാലും താഴെ പൊട്ടും. അതെ, വേണ്ട, നമുക്ക് അവിടെ തന്നെ ഇരിക്കാം. അപ്പോൾ അതെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നത് വളരെ വിയർഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് അല്ല, അത് വരുമ്പോൾ എന്താ കാണിച്ചു തരാം. പക്ഷെ നമുക്ക് പാത്രങ്ങൾ വന്നിട്ടുണ്ട്. എന്തുണ്ട് ഈ പാത്രം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നിയില്ല. എന്താ വെച്ചാൽ ഞാൻ ജയിലിൽ പോയിട്ടില്ല. എന്തുണ്ട്, വെയിറ്റ് ഉണ്ടോ? ഖത്തറിലെ ജയിലിലൊക്കെ കിടന്ന ഒരു ശീലം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഫ്രണ്ട്. ഇതിലൊരു ഗോതമ്പുണ്ടയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പക്കയായില്ലേ? അവിടുത്തെ ജയിലല്ലേ? അറിയില്ല കേട്ടാ. ഇനി ഫുഡും കൂടെ വരട്ടെ. ഓ, യാത്ര എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയി ചെയ്യണം എപ്പോഴും. അതിനൊക്കെ എക്സാമ്പിൾ ആണിത്. ഇങ്ങനെ കൊട്ടാലോ അല്ലേ? ഡ്രിങ്ക് വന്നിരിക്കുന്ന കളർ നോക്ക്. ഞാനും അതും പച്ചയും, ജെഫ്രിൻ ഒരു ഗോൾഡൻ. ജെഫ്രിൻ പിന്നെ ഒന്ന് സ്റ്റാർ ആണല്ലോ, അതൊന്നൊരു ഗോൾഡൻ ഡ്രിങ്ക് ആവുമെന്ന് വിചാരിച്ചു. ആപ്പി ഫിസ് ആണ് തോന്നുന്നത്. കണ്ടിട്ട് ആപ്പി ഫിസ് പോലെ തോന്നുന്നു. അതെന്തായാലും നമ്മുടെ ഓഡിയൻസ് കമന്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇത് നിങ്ങളുടെ കസ്കസും
കുറേ പച്ച കളറും അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും. പക്ഷെ എന്താണെങ്കിലും സാധനം ഒരു റിഫ്രഷ്മെന്റ് ഉണ്ട്, പക്ഷെ മധുരം കുറവാ അല്ലേ? മുളകിന്റെ ഫ്ലേവർ വേഗം കുടിച്ചാൽ കുറച്ചുകൂടി മധുരം കിട്ടും. മിക്സ് ചെയ്യാണ്ട് വെള്ളം മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മധുരം കിട്ടില്ല. അതുകൊണ്ട് വേഗം കുടിച്ച് തീർക്കണം. ജെഫ്രി എല്ലാത്തിനോട് ടേസ്റ്റ് നോക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ജെഫ്രിന്. മിക്സ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിലും ഫുഡ് വന്നിട്ടുണ്ട്. ഇതൊരു ഷോർമ പ്ലാറ്ററാണ്. അപ്പോൾ ഒരു ഡീകൺസ്ട്രക്റ്റഡ് ഷോർമ എന്ന പോലെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഷെയർ ചെയ്യാൻ അടിപൊളിയായിരിക്കും. നല്ല ഹുമൂസൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതല്ലാതെ സോസേജ് പ്ലാറ്ററും ഇത് പിന്നെ അധികം പറയില്ലല്ലോ. പോർക്ക് സോസേജസ് ആണ്, ഗ്രേവി ആൻഡ് മാഷ് പൊട്ടേറ്റോ. ജെഫ്രിനൊന്ന് കൺട്രോൾ വിട്ട് പോകുന്നു. എങ്ങനെയെങ്കിലും വേഗം എടുത്ത് തീർക്കാൻ സംഭവമാണ്. ഇതൊരു സംഭവമായിരിക്കും. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഓ, ഇത് കിഡിലായിരിക്കും. സോസേജ് ആ ഗ്രേവി മുക്കി കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട്? നന്നായി നമ്മൾ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് മോശമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വരില്ലായിരുന്നു. സോഷ്യലിലെ സോസേജ് വേറെ ലെവലാണ്. എങ്ങനെയുണ്ട് ജെഫ്രി? അടിപൊളിയല്ലേ? പൊളി സാധനം എന്നൊക്കെ പറയില്ലേ? അതെ, ഈ സോസേജിന് എപ്പോഴും നമ്മൾ സോസേജിൻ്റെ ഒരു സ്നാപ്പ് ഉണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്നാപ്പ് അത് അടിപൊളിയാണെങ്കിൽ സോസേജ് അടിപൊളിയായിരിക്കും. ആ ഗ്രേവി ആക്ച്വലി ബാർബക്യൂ സോസ് പോലത്തെ സംഭവമാണ്. അടിപൊളി അടിപൊളി. പ്രിയ വേണ്ടേ സോസേജും മാഷ് പൊട്ടേറ്റോസും? മേരിയായി നല്ല ഇഷ്ടമല്ലേ സോസേജ് അല്ലേ? അവരൊക്കെ ഇരുന്ന് എന്തായാലും നമ്മൾ ഇത് കണ്ടു കഴിയുമ്പോൾ പറയും കേട്ടോ, ഇങ്ങോട്ട് വരണത് ഉറപ്പായിട്ടും പറയും. ഇതൊരു നല്ല കോൺസെപ്റ്റ് ആണ്. നമ്മൾ തന്നെ ബ്രെഡ് എടുക്കുക, പീറ്റ ബ്രെഡ്, കുറച്ച് ഹമ്മൂസ് നമ്മൾ തന്നെ തേക്കുക. നല്ല ഹമ്മൂസാണ്, ഫുൾ ഒലീവ് ഓയിലാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ ഷോർമ മീറ്റ് നമ്മൾ തന്നെ എടുക്കുക. സാലഡ് കഴിക്കുക, അത് ഇവർക്ക് അറിയാം കേട്ടോ, സാലഡ് ഇടില്ല അത്. എന്നിട്ട് വേണമെങ്കിൽ ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെക്കുക. എന്നിട്ട് നല്ല തകിരൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഷോർമ മീറ്റിൽ. ശരിക്കും ആ ഒരു ഒത്തൻറ്റിക് അറബിക് ഫ്ലേവറാണ്. ഒട്ടും ഒരു ഇന്ത്യൻ, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതൊക്കെ കുറേ ഷോർമയ്ക്കൊക്കെ ഇന്ത്യൻ ഫ്ലേവറല്ല. ഇത് ശരിക്കും ഒരു സിറിയൻ ലെബനീസ് ഷോർമയുടെ ഒക്കെ ടേസ്റ്റ്. ലൈറ്റ് പെപ്പറും അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. യോഗേർട്ടാണ് മെയിനായിട്ട് നിൽക്കുന്ന ഫ്ലേവർ. അടിപൊളി. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അടിപൊളി. ജെഫ്രി എന്നെ കോപ്പി അടിക്കുന്നുണ്ട് എൻ്റെ പ്രിപ്പറേഷൻ. ഓ, സാൻഡ്വിച്ച് ആക്കുക, ഷോർമ സാൻഡ്വിച്ച് ആക്കുക ജെഫ്രി. അടിപൊളിയല്ലേ? അന്തു പിന്നെ സാലഡിന്റെ ആളാണ്. അന്തുന് ഭയങ്കര ഇഷ്ടമാണ് സാലഡ്. അന്തുവിന്റെ സാലഡിന് ഒരു ഓർഡേഴ്സ് വന്നാവോ നമ്മുടെ വ്ളോഗ് കണ്ടിട്ട്? വന്നു, സമയം ഉണ്ടായില്ല ചെയ്യാതിരുന്നു. നന്നായി. എക്സ്പെൻസീവ് അല്ലോ. ഭയങ്കര ആർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല സാലഡ്. അപ്പൊ ഗൈസ്, ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അവനെ പോയി വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ മറ്റേ ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാം. കാരണം ഹോട്ടലൊക്കെ ചെക്ക് ഇൻ ടൈം 2 മണിയാണല്ലോ. അപ്പൊ നേരെ നമുക്ക് ആ കോൺറാഡിലേക്ക് പോവാം. അവിടെയാണ് നമ്മുടെ ഫ്രണ്ട് വെയിറ്റിംഗ്. ഇവിടെ അല്ല, അടുത്തല്ലേ? അടുത്താന്ന്. കിട്ടിലെ ഹോട്ടലാണിത്, കോൺറാഡ്. എന്തൊരു ലോബിയാ നോക്ക്, വാഴയൊക്കെ നിൽക്കുന്നു. ജോഫ്രി പഴമാണെങ്കിൽ കിട്ടും. കിട്ടോ? വാഴക്കൊലയോടെ എടുത്തോണ്ട് പോവാം. ഓ, അടിപൊളി. ജെഫ്രി എങ്ങനെയുണ്ട് ലോബി? അടിപൊളിയല്ലേ? എൻ്റെ ഫ്രണ്ട് അവൻ എന്നോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, കുളിക്കുമെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് എടുക്കുന്നില്ല, നോക്കാം. അടിപൊളിയായിട്ടില്ലേ? ഒരു നല്ല രസമുണ്ട്. ശരിക്കും ഒരു ടാപ്പ്, ഹാൻഡ് വാഷ് പോലെയാണ്, പക്ഷെ സാനിറ്റൈസിങ് ആണ്. അടിപൊളി. ജെഫ്രി ഞാൻ നോക്കിയിട്ട് വരാം. നമസ്തേ. Thank you. Want to check in? Yeah. Please just see the lobby. How beautiful this is. It's totally it's totally contemporary. മറ്റേതൊക്കെ ഒരു ഹെറിറ്റേജ് ആണെങ്കിൽ ഇതൊരു ഭയങ്കര കണ്ടംപററി ആണ്. ഇവർക്ക് എന്തായാലും അറിയില്ല ഇവിടെയാണ് താമസം എന്ന്. നോക്കാം. സ്റ്റണിങ്. പ്രിയ അറിയുന്നല്ലേ, ഭയങ്കര ഹൈറ്റ് ആണ് സീലിംഗ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. താങ്ക് യു.
So just like the ambience, the welcome drink is also extremely soothing. And this is a chamomile and ginger. Yes. Ginger. Infused with ginger. So perfect welcome drink. അടിപൊളി. ശരിക്കും സൂത്നിങ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഫീലിംഗ് ആണ്. ഭയങ്കര സൂത്നിങ് ഫീലിംഗ് ആണ്. ഓ അവരുടെ ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും ആവും. സർപ്രൈസ് പൊളിക്കാൻ പോവാണ്. അതെ, നമ്മൾ ആക്ച്വലി ഫ്രണ്ട് ചക്കാടല്ല വന്നത്. ഇന്ന് നമ്മുടെ സ്റ്റേ ഇവിടെയാണ്. എനിക്കൊരു ചെറിയ മണം അടിച്ചായിരുന്നു കുറച്ച് നേരമായിട്ട്. ഈ സർപ്രൈസ് വീരന്മാരാണല്ലോ ഇവരുടെ രാജസ്ഥാൻ റിപ്പോർട്ട്. അത് കാരണം ഇവിടേക്ക് വന്നപ്പോൾ ഒരു ചെറിയ എനിക്ക് മണം അടിച്ചു. ജെഫ്രിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ്. അപ്പൊ ഇത് അവിടെ സ്റ്റേ ഇവിടെയാണ്. അപ്പൊ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, പ്രിയയുടെ റൂം ടൂർ നിങ്ങൾ രണ്ടും കൂടെ ചെയ്യാം. ഓക്കെ, വെറുതെ ഇവിടെയാണ് സ്റ്റേ. അതെ, അതാണ് ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ പോയത്. പ്രിയയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തു എപ്പോഴും. പക്ഷെ ഞാനിപ്പോ ഇനിയിപ്പോ പ്രിയക്കും കൊടുക്കാൻ പറ്റില്ല. എക്സ്പെക്ട് ചെയ്യും. അവനെ കൊച്ചു പയ്യനല്ല, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. കൊച്ചു പയ്യന, വലിയ ശരീരം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പോയി കീ അപ്പൊ കീ വാങ്ങി തരാം. നിങ്ങളുടെ റൂം ടൂറിന് എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. കിട്ടില്ല ലോബി എല്ലാം ഫുൾ വളഞ്ഞിരിക്കുന്നല്ലേ. ഒരു ഹോട്ടൽ സർക്കിൾ. ഇത് ബാംഗ്ലൂരിലെ ടോളസ്റ്റ് ഹോട്ടലാണ്. ഓക്കെ, അപ്പോൾ ഫുള്ളി സാനിറ്റൈസ് റൂമൊക്കെയാണ്. നമുക്ക് അതിനെ കയറി നോക്കാം. എന്നിട്ട് എന്ത് പറയണമെന്ന് പ്രിപ്പയർ ചെയ്യണ്ടേ? ഒന്നും നോക്കാറില്ല, ഞാൻ ഫുൾ മറ്റേ വീഡിയോ ഇതിന്റെ കണ്ടിട്ടുണ്ട്. ഓഹോ, ആണല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ വെളിയിൽ പോയിട്ട് വന്നിട്ടാണ് ഇപ്പം ഈ റൂം ടൂർ എടുക്കുന്നത്. ഒരു ഫ്ലോ പോവും, പക്ഷെ കുഴപ്പമില്ല. ആക്ച്വലി ഞങ്ങൾ എക്സൈറ്റ്മെന്റിൽ റൂം ടൂർ എടുക്കാൻ മറന്നുപോയി. പിന്നെ വേഗം ആ കളിക്കുന്ന സ്ഥലത്ത് പോകണമായിരുന്നു. ഗെയിംസ് ഒക്കെ അവർ 6 മണി വരെ ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും റൂം ടൂർ കാണാൻ മിക്കവാറും കുളമായിരിക്കും. ഭയങ്കര ഡിസ്കഷൻ അകത്തെ. അടിയായിരുന്നു ഒന്ന്. വെൽക്കം ടു ഞങ്ങൾ പ്രിയയുടെ സെക്ഷനാണ് നിങ്ങൾ ചെയ്തത്. വെൽക്കം ടു അന്തൂസ് ആൻഡ് ജെഫ്രിൻസ് റൂം ടൂർ. ഓക്കെ, ബാത്റൂമിലേക്ക് കയറാം. ഓക്കെ, ഇത് ആക്ച്വലി ഗസ്റ്റ് ബാത്റൂം ആണ്. ഇതിന് ഇവിടുത്തെ ഇതൊക്കെ ഭയങ്കര ഷാങ്ങായി ടാങ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ്. മാൻഡറിൻ ടീ ബാത്ത് സോപ്പ്. പോകാൻ നേരത്തെ ഇത് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും കൊണ്ടുപോകാം. ഓക്കെ, ഓ ഡൈനിങ് ടേബിൾ ഉണ്ട്. ഒരു സെപ്പറേറ്റ് വാഷ് ഏരിയ. അല്ല, പാത്രങ്ങളൊക്കെ നമ്മൾ തന്നെ കഴുകി വെക്കണം എന്ന് തോന്നുന്നു. അത് കോഫി മെഷീനാണ്. കണ്ടോ? അത് ഞാൻ നല്ല കോഫി ഉണ്ടാക്കി തരാം. ഞാൻ ഒരു ഹോട്ടലിൽ ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ആണ്. കോഫിക്ക് ഉണ്ടാക്കാൻ നമുക്ക് സമയം ഉണ്ടല്ലോ. അടിയിൽ ഡിന്നറിന് പോകണ്ടേ. നല്ലൊരു സോഫ ഉണ്ട്. ഇവിടെ മിക്കവാറും ഞാനായിരിക്കും കിടക്കുന്നത്. വ്യൂ ഇപ്പൊ കാണിക്കണോ? വ്യൂ നമുക്ക് നാളെ നൈറ്റ് വ്യൂ കാണിക്കാം. ചുമ്മാ കാണിക്കാം. വാവ്, ശരിക്കും അവിടെ ആൽസൂർ ലേക്കാണ്. അതെ, പക്ഷെ നമ്മുടെ റിഫ്ലക്ഷൻ മാത്രമേ കണ്ണാടി കാണുന്നുള്ളൂ. അത് റാഡിസൺ ഹോട്ടൽ. നാളെ രാവിലെ കാണിക്കാം. അതിന്റെ അപ്പുറത്ത് എല്ലാം ഉണ്ട്. ഓ കിട്ടില്ല. ലാംപ് ഷെയ്ഡ്സ് ഒക്കെയാണ്. ഇവൻ ഫ്രെയിമും അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ അകത്ത് എന്തോ ഉണ്ട് കേട്ടോ. പെറ്റൽസ് എന്തോ ആണ്. ഓ ടി വി ഉണ്ട്. 50 ഇഞ്ചിന്റെ 60 ഇഞ്ചിന്റെ സാനിറ്റൈസർ വരെ വെച്ചിട്ടുണ്ട് അവിടെ. ഇതിന്റെ അടിയിലൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നല്ല കാർപ്പറ്റ് ആണ്. ഇനിയാണ് നമ്മുടെ ബെഡ്റൂം. പ്രിയ പറയുന്ന പോലെ ബെഡ് കംഫി ആണെന്ന് നോക്കി ജെഫ്രി നല്ല ഇരുന്നൊന്ന് ചാടി നോക്കി. അത് പ്രിയക്ക് പകരം അയ്യോ അത്രയും വേണ്ടായിരുന്നു. നല്ല ബെഡ്റൂം, വളരെ മനോഹരമായിരിക്കുന്നു. ഓ മൈ ഗോഡ്. ഇവിടുന്ന് വ്യൂ നമുക്ക് നാളെ രാവിലെ എന്തായാലും ഒന്നും കൂടെ കാണിക്കുന്നതായിരിക്കും. പക്ഷെ ഇത്രയും വലിയൊരു റൂം പ്രിയ എന്തായാലും മിസ് ചെയ്യും കേട്ടോ. മിക്കവാറും അന്തോ അല്ല മേരിയാനും പ്രിയ പ്രശ്നമാവും തോന്നുന്നു കേട്ടോ ഈ വ്ളോഗ് ഇറങ്ങുമ്പോ. 22nd ഫ്ലോറിൽ. ഇനി ഞങ്ങളുടെ മെയിൻ സ്ഥലം ബാത്റൂം. ഓ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു 50 ഇഞ്ച് ടി വി. ഇത് കൊള്ളാം. സ്വർണ്ണം ഒക്കെ സ്വർണ്ണം ഉണ്ടോ? കൊണ്ടുവന്നോ? ഞാൻ തന്നെ ഒന്ന് സ്വർണ്ണം കട്ടിയല്ലേ ഇത്. ഓ മൈ ഗോഡ് പ്രിയ, ടബ് ഉണ്ട് പ്രിയ. അതേ വലിയ മിറർ ഉണ്ട്. ഞങ്ങള് 3 പേർക്ക് നിക്കാൻ പറ്റിയ മിറർ ഉണ്ട്.
ടബുണ്ട്, കിട്ടിലൊരു ടബാണ്, സ്ലൈഡിംഗ് ഡോർ. ഓ വേറെ വലിയ മിററുണ്ട്. ഇവിടെ വേറെ അവിടെ ഷവർ ഏരിയ. ഓ അത് കാണിച്ചു, ഷവർ ഏരിയ. ഇത് ബാത്റൂം. അതിന്റെ അത് ഇതില് വെള്ളം വരും. എവിടെ കൂടെയൊക്കെ വെള്ളം വരും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. 3 എണ്ണമുണ്ട്. ഇതൊക്കെ നമ്മൾ പോകാൻ നേരത്തെ കൊണ്ടുവന്നതായിരിക്കും. അടിപൊളി കേട്ടോ. അടിപൊളി. ഫുൾ മാർബിൾ ആണ്, ഫുൾ മാർബിൾ. ഫ്ലോറിംഗ് ഒക്കെ മാർബിൾ ആണ്. ടബിന്റെ ഒക്കെ ക്വാളിറ്റി നോക്ക്. ഇവിടെ ടോയ്ലറ്റ്, അതിന്റെ ഹാൻഡിൽസ് ഒക്കെ ഉപയോഗിച്ചാൽ ഇവിടെ ടോയ്ലറ്റ് കൂടുതൽ ആന്റിക് ഫിനിഷ് ഉള്ള ഹാൻഡിൽസ് ആണ്. അവിടെ ടോയ്ലറ്റ്. ഇത് ടോയ്ലറ്റ് ഏരിയ. ഇവിടെ 2 എണ്ണമുണ്ട്. അവിടെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ടോയ്ലറ്റിൽ ഫോണുണ്ട് അത്യാവശ്യം. ലൈറ്റിംഗ് അല്ലോ. അതും കൊള്ളാം കേട്ടോ. ഇൻബിൽ ലൈറ്റ് ആണ് ഈ മെറിൽ. അല്ല ഓഫീസ്. അടിപൊളി. ഓഫ്. 2 വാഷ് ബേസിൻ. കണ്ടോ വെള്ളമൊക്കെ വരും. മരുഭൂമിയിൽ വന്നവർക്കൊക്കെ ഉള്ളതാണ്. അത്ഭുതമാണ്. 2 വാഷ് ബേസിൽ കൂടെ വെള്ളം വരുന്നത്. മരുഭൂമിയിൽ ഇല്ലാക്കാൻ വലിയ ഹോട്ടലുണ്ട്. ഹോട്ടലൊന്നും എന്തായാലും അടിപൊളി റൂം. ബാത്റൂമിലൊക്കെ വെച്ചാണ് തേപ്പ്. ലഗേജ് റാക്കും ബാത്റൂമിലാണ്. ആ ബാത്റൂമിൽ തന്നെ ഇത് തേക്കാൻ കിടക്കായിരുന്നു. ഇവിടെ ഇതിന്റെ അകത്ത് വാർഡ്രോബ് എല്ലാം ഉണ്ട്. ഒറ്റ ഇൻബിൾ ലൈറ്റ് ആണ്. സൂപ്പർ. നമുക്കവിടെ വരണം. അപ്പൊ ഞങ്ങളും വരും. ബാംഗ്ലൂർ ട്രിപ്പ് ഇവിടെ തന്നെ. അപ്പൊ ഞങ്ങളും ഉണ്ട്. ലോക്കർ റൂം. ഇതുപോലെ അപ്ഗ്രേഡും കിട്ടണം. അതൊക്കെ നമുക്ക് റെഡിയാക്കാം. ലോക്കർ റൂം ആൻഡ് ചീപ്പ് ഓൾസോ. ചീപ്പ് അല്ല, സൂട്ട് ബ്രഷ് ആണെന്ന് തോന്നുന്നു. വലിയ ചീപ്പ്. വലിയ ചീപ്പ്. ജെഫറിന് ഇത് എടുത്തില്ല. ചീപ്പ് ജെഫറിന് ഇത് എടുത്തില്ല. ജെഫറി വിചാരിച്ചു ഇത് തലമുടി ചെയ്യാനുള്ള ചീപ്പ്. അത് ടോർച്ചുണ്ട് കേട്ടാ. ടോർച്ചുണ്ട്. അപ്പൊ ഇനി നമുക്ക് അപ്പൊ കറണ്ട് വന്നാണോ ബാംഗ്ലൂർ ആയതുകൊണ്ട് അതൊക്കെ സംഭവിക്കും. അപ്പൊ സർപ്രൈസ് അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ലേ? കാപ്പി ഉണ്ടാക്കിയത് കട്ടി കാപ്പി ഉണ്ടാക്കാനുള്ള പെട്ടെന്ന്. ഓക്കെ അപ്പൊ ബൈ. വെള്ളം കുടിച്ചു റൂം ടൂർ കഴിഞ്ഞപ്പോഴേക്ക്. ഞങ്ങള് റൂമിലൊക്കെ പോയി ഒന്ന് ചില്ലൊക്കെ ചെയ്ത് ഒന്ന് വെളിയിൽ വെറുതെ ഇറങ്ങിയാണ്. ഇവിടെ അടിയിൽ മോൺഫ്ലാങ്ങിന്റെ പേനുണ്ട്. അപ്പൊ അതൊന്നൊരു പേന വേണം എന്ന് പറഞ്ഞു ഒപ്പിടാനൊക്കെ ചെക്കൊക്കെ. തീർച്ചയായും 46,000 രൂപ പേന വാങ്ങണോ? എന്റെ സിഗ്നേച്ചറെ ഞാൻ മറന്നുപോയി. ഒന്നും ഒപ്പിടാനില്ല. പക്ഷെ ഇതില് നോക്കണ്ട വരും. അതെത്രയാ? 76,000. അത്രേ ഉള്ളൂ. 1,57,000 രൂപ. എന്തല്ലേ പേരൊക്കെ അത്രയും വില. നമുക്ക് അതിന് അത്രയും വിലയില്ല. അതുപോലെ ഇവിടെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഇന്ത്യൻ ദർബാർ ഉണ്ട്. ലോബിയിൽ വേറെ ഒരെണ്ണം. അവിടെ ഒരു ജാപ്പനീസ്. എനിക്കൊന്നൊരു 5 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു കിഡിലെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, കയറാൻ പറ്റില്ല. ജിമ്മുണ്ട്. ജിമ്മിൽ പറ്റുമെങ്കിൽ ഇന്നൊന്ന് പോകണം പോലെ. പറ്റുമെങ്കിൽ വൈകുന്നേരം വല്ലൊന്നും ഇറങ്ങാം ജിമ്മിലേക്ക്. ഈ സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ ഒന്ന് പോകുന്ന വഴി തന്നെ എന്തൊരു ഫീലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും നല്ലൊരു പൂൾ ഏരിയ ഉണ്ടായിട്ട് പോലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ? ഇതിലൊരു ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പൂള് കണ്ട എന്തൊരു രസമാണ്. ചെറിയ പൂളാണ്, മറ്റൊരു ജക്കൂസി പോലെ വേൾഡ് പൂൾ. അതാണ് മെയിൻ പൂൾ. അതായത് അപ്പോൾ ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5-5:30 ആകുമ്പോഴേക്കും തിരിച്ച് റൂമിൽ കയറുന്നതായിരിക്കും. എന്നിട്ട് ഫുൾ ടൈം റൂമിൽ സ്പെൻഡ് ചെയ്യും. അത് ഡിന്നറും ഉള്ള പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡിന്നർ അവിടെ ആയിരിക്കും. പക്ഷെ കോർണർ ഹൗസിൽ ഇന്നും കൂടെ പോകണം. കാരണം നാളെ നമ്മൾ തിരിച്ച് നാട്ടിൽ പോവാണ്. അപ്പോൾ കോർണർ ഹൗസ് ഇവിടെ ഡെസേർട്ട് കഴിച്ചാൽ ഞങ്ങൾ ഒന്നും കൂടെ കോർണർ ഹൗസ് പോയി കഴിക്കും. അതല്ലാതെ ഇനിയിപ്പം നോക്കട്ടെ, ഇവിടെ ഗോ കാർട്ടിംഗ് ഉണ്ട്, കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ ആ സമയത്ത് ഷോപ്പിങ്ങിന് അന്തുവിന് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കാർ ഓടിക്കണം. അപ്പൊ എനിക്ക് ഓടിക്കണം. എനിക്ക് അത് അന്തു എറണാകുളത്തൊക്കെ പോകാനുള്ള ആളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ പോകണം. അപ്പൊ ഞങ്ങള് പോവും എന്തായാലും. അന്തു പിന്നെ വലിച്ചോണ്ട് പോകാൻ നോക്കും. ഇല്ലെങ്കിൽ അന്തുന്റെ H&M ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പോകും. ഒരു അരമണിക്കൂർ കാര്യമേ ഉള്ളൂ. എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യും. മേരിയാന് ഷൂസ് എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല. അപ്പൊ ആദ്യമേ ഹാർഡ് റോക്ക് കഫേയിൽ പോയി കിഡിലും പോക്ക് റിബ്സും എന്താ സ്ക്വിഡ് അല്ലേ, സ്ക്വിഡ് കലമാരി ഫ്രൈയും, ഇത് രണ്ടുമാണ് അവിടുത്തെ അടിപൊളി ഫുഡ്. അത് കഴിച്ചിട്ട് ചിക്കനും വേണ്ട ജെഫ്രി, പോക്ക് റിബ്സ് ഉള്ളപ്പോ അത് മതി അല്ലേ? അത് മതി. അപ്പൊ നമ്മള് നേരെ ഹാർഡ് റോക്ക് കഫേ പോട്ടെ. ഫുഡി ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ്. വിഷമം. ഹോപ്പ്ഫുള്ളി ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നൊക്കെയാണ് അന്ന് പറയുന്നത്. നോക്കട്ടെ. അപ്പൊ നമ്മുടെ ലെജൻഡറി ഹാർഡ് റോക്ക് കഫേ, അതിനെ കുറിച്ചൊന്നും പറയാനില്ല. അകത്ത് ഞാൻ പോക്ക് റിബ്സ് കഴിക്കുന്നത് എല്ലാവരും കണ്ടോളൂ. അത് തന്നെ കാണിക്കാനുള്ളൂ. വേറെ അന്തു കലമാരി കഴിക്കുന്നത് കാണിക്കണം. ജെഫ്രി ഞങ്ങളുടെ ഒക്കെ പ്ലേറ്റിൽ നിന്ന് എടുക്കുന്നത് കാണാം. ചിക്കൻ ഒന്നും വേണ്ട ജെഫ്രി. എന്ത് ചിക്കൻ?
എന്ത് കഴിച്ചാലും 10% എക്സ്ട്രാ കൊടുത്തോണം കേട്ടോ. സർവീസ് ചാർജ് ആണത്. അപ്പൊ 1000 രൂപ ആണെങ്കിൽ 100 രൂപ ടിപ്പ്. ആ വിങ്സ് വന്നിട്ടുണ്ട് ജെഫ്രി. പറക്കുവോ? വിങ്സ് കഴിച്ച് ആ ബാർബക്യൂന്റെ ഗ്ലേസിങ് തന്നെ നോക്ക്. എടുക്കല്ല, എനിക്ക് നല്ല ഫോട്ടോ എടുക്കണം. അത്രയും ഒരു പെർഫെക്ഷൻ ഉള്ള ചിക്കൻ വിങ്സ്. ഇത് അടിപൊളിയായിരിക്കും. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും ചിലപ്പോ തിരിച്ചു വരുമ്പോ ഇത് കാണില്ല കേട്ടാ. അയ്യ, ഇങ്ങനെയൊന്നും അല്ല ജെഫ്രി. ഫുൾ വായിക്കുന്നത് ഒറ്റ കടി കഴിക്കണം. അത് തന്നെ കളിക്ക് വരട്ടെ. എന്റെ വിങ്സ് കഴിക്കുന്നത് എടുക്കണ്ട. എൻജോയ് ചെയ്ത് കഴിക്കണം. അത് തന്നെ, അത് കറക്റ്റ്. എങ്ങനെയുണ്ട്? ഒന്നും പറയില്ലല്ലോ. അന്തന് ഒരു ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടോ? ഇനി കാണുന്നില്ല. ഇനി ഫുഡ് കഴിച്ചില്ല. ഞാൻ വീട്ടിലേക്ക് പാർസൽ മേടിച്ച് കഴിക്കുന്ന സാധനമാണ്. എൻജോയ് ചെയ്ത് കഴിക്കണം. ആരും കാണാതെ അല്ലേ? ഇതേ ബ്ലൂ ചീസ് ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിന്റെ മണം ഇവിടം വരെ കിട്ടാം. ചിക്കൻ വിങ്സ് ഇന്ന് ഒരു പ്രശ്നമുള്ളൂ, എത്ര വേണമെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാം. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിഷയം, വേറെ ഒന്നുമില്ല. സ്വീറ്റ്, കുറച്ച് മീറ്റ്. ആ മീറ്റ് ഇത്രയും ബോണുള്ള കാരണം, കുറച്ച് മീറ്റുള്ള കാരണം മീറ്റിന് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. എപ്പോഴും ബോൺലെസ് മീറ്റിനെ കാട്ടി ഫ്ലേവർ വിത്ത് ബോണുള്ള മീറ്റാണ്. അതല്ലാതെ ആ പെർഫെക്റ്റ് ബാർബക്യൂ സോസ് ഒരുപാട് സ്വീറ്റ് അല്ല. ഇറ്റ്സ് അൺബിലീവബിളി ഗുഡ്. ഉള്ളി പ്രശ്നം പറഞ്ഞ പോലെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതൊരു പ്രശ്നമാണോ ജെഫ്രി? ഒരു പ്രശ്നമല്ല. അല്ല, അത് കുഴപ്പമില്ല. അടുത്തത് ജെഫ്രി, ഞാൻ പറഞ്ഞില്ല ഫുഡ് വന്നുകൊണ്ടിരിക്കുന്നു. ഫുള്ളി ലോഡഡ് നാച്ചോസ്. ഈ പ്ലേറ്റ് ഒരു കൈ വെച്ച് പൊക്കാൻ പറ്റില്ല. തീർത്താൽ മതി ഇതൊക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ കോഴ്സും വരുന്നതായിരിക്കും, പോർക്ക് റിബ്സ്. ഇതൊക്കെ കൂടെ എങ്ങനെ തീർക്കാനാ? പക്ഷെ ചീസിന്റെ കളറൊക്കെ കണ്ടോ? വെറുതെ ക്യാമറയ്ക്കായിട്ട് അങ്ങനെ പറയണല്ലോ. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇതിലെ ഈ ബീൻസ് ഒക്കെ നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും, നല്ല ടേസ്റ്റാണ്. ഇത് നാച്ചോസ് ചിപ്സ് ഒക്കെ ഇവിടെ ഹോം മെയ്ഡും ആണ്, അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ്. എൻജോയ് ചെയ്ത് കഴിച്ചല്ലോ. ഓക്കെ, നാച്ചോസ് എങ്ങനെയുണ്ട്? പോർക്ക് റിബ്സ് വളരെ ചെറുതായി പോയല്ലോ. ഇവിടെ എല്ലാം ചെറുതായിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ? കാര്യം പോലെ പറയുന്നത്, നമ്മളൊരു ഹാഫ് റാക്ക് പോർക്ക് റിബ്സ് പറഞ്ഞിട്ട് വളരെ ചെറിയ പോർക്ക് റിബ്സ്. വിഷമമായി പോയി. നമ്മുടെ ചാങ്ങേട്ടൻ്റെ അവിടെ പോയാൽ മതിയായിരുന്നു. അല്ലേ? അന്നായിരുന്നു ബെറ്റർ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റിന് കുറ്റമൊന്നും പറയില്ല. പക്ഷെ കുറച്ചുകൂടെ സൈസ് ഉണ്ടെങ്കിൽ മനസ്സിനൊരു സന്തോഷമായിരുന്നു. ചാങ്ങേട്ടൻ ഇനി എന്തായാലും ബാംഗ്ലൂർ വരുമ്പോൾ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചെറുതാണെങ്കിലും നമ്മുടെ പോർക്ക് റിബ്സ് എനിക്ക് തോന്നുന്നു ഭയങ്കര ടെൻഡറാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ. അതെ, പോർക്ക് റിബ്സ് ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ, അതെ, കട്ടേണ്ട ആവശ്യമില്ല, നൈഫിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതും കൂടെ കഴിച്ചു കഴിയുമ്പോൾ പിടിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും സോഫ്റ്റ്. ഓ, പറഞ്ഞ എല്ലാം തിരിച്ചെടുത്തു. സൈസ് ഇത്രയെല്ലാം കുഴപ്പമില്ല. കഴിക്കാൻ പറ്റില്ല. അത്രയും ടേസ്റ്റ്. ഹെവി ഒന്നുമല്ല, ടേസ്റ്റ്. അമേസിങ്, അമേസിങ്. ടെൻഡർ, സോഫ്റ്റ്, സ്മോക്കി, സ്വീറ്റ്, തിക്ക് ബാർബക്യൂ സോസ്. ബാർബക്യൂവിൻ്റെ സോസിനോട് കുറച്ച് അണിയൻസും കൂടെ ഒക്കെ അരച്ച് കാരമലൈസ് അണിയൻസ് ഒക്കെ തേച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സോസിൻ്റെ തിക്നെസ് ഒക്കെ അൺബിലീവബിളി ഗുഡ്. എന്തെങ്കിലും പറയാനുണ്ടോ ജെഫ്രി? ഓ, ആ ഒരു ബൈറ്റിൽ കൂടെ തന്നെ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. നല്ല സ്നേഹമുള്ള കൂട്ടുകാരായതുകൊണ്ട് ആ പോക്ക് റിബ്സ് എന്നോട് തന്നെ എടുത്തോളാൻ പറഞ്ഞു. എപ്പോഴും ഇതുപോലത്തെ സ്നേഹം വേണം കേട്ടോ രണ്ടുപേർക്കും ഫുഡിന്റെ കാര്യത്തില്. ഓഹോ, അപ്പൊ എല്ലാം കാലിയായി, ഒരു വേസ്റ്റേജും ഇല്ല. ഇനി അടുത്തത് ഇതൊക്കെ നമുക്കൊന്ന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോയി കളിക്കണ്ടേ? മറ്റേ കാർ റേസിംഗ്. ഷോപ്പിൽ കൊണ്ട് ഞാൻ നാളെ തിരിച്ച് ഫുള്ള് ഞാനല്ലേ വണ്ടി ഓടിക്കണേ. അപ്പൊ റേസ് ചെയ്തോളാം. എന്തായാലും നമുക്ക് പോകണം. എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഭയങ്കര ചെറുപ്പത്തിൽ തൊട്ടുള്ള കാർ ഓടിക്കണം. ഇതുവരെ ഓടിച്ചിട്ടില്ല. കേറോ? ആ കാറട്ടോ, അല്ലാണ്ട് മറ്റേ കാറല്ല. ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റു. പക്ഷെ ഒരു ചേഞ്ച് ഉണ്ട്. അന്ന് ഒരു രീതിയിലും എഴുന്നേക്കുന്നില്ല. ഭയങ്കര ഉറക്കക്ഷീണം. അപ്പോൾ നാളെ ഡ്രൈവ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഉറങ്ങട്ടെ. പക്ഷെ ഞങ്ങൾക്ക് എന്താ ഗോ കാർട്ടിങ്ങിന് പോയേ പറ്റും. അപ്പൊ ഞാനും ജെഫ്രിയും പോയി അവിടെ ഒരു റേസ് ഒക്കെ നോക്കുന്നതായിരിക്കും. പിന്നെ നല്ല സ്ഥലമൊന്നും കേട്ടു. എറണാകുളത്ത് അങ്ങനെ അധികം ഇല്ല. സോ എന്തായാലും നമുക്ക് പോവാം. വിടാം.
കിട്ടില്ല സ്ഥലം അന്തു മടി പിടിച്ച് ഇതാണ് പ്രശ്നം. എല്ലാം മിസ്സാവും. ഇതാണ് ഗോ കാർട്ടിംഗ് കോർട്ട്. ഇതല്ലാതെ ഇവിടെ ക്രിക്കറ്റിന്റെ മൗളിംഗ് മെഷീൻ ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്, പിന്നെന്താ ബൗളിംഗ് ഉണ്ട്. നമ്മളെല്ലാം ചെയ്തിട്ടേ വരുന്നുള്ളൂ. നമ്മൾ 3500 രൂപയ്ക്ക് കാർഡ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് പൊളിച്ചിട്ടേ വരുള്ളൂ. അന്ന് മിക്കവാറും ഡിന്നർ ടൈം ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തുള്ളൂ. അതുവരെ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. വിളിക്കാൻ നിൽക്കരുത്, ഞങ്ങൾ ഫോൺ എടുക്കില്ല. ഫോണൊക്കെ സൈലന്റ് മോഡിലാണ്. നല്ല കാര്യമുണ്ടോ? ഞങ്ങളൊരു പൊളിക്കാൻ പോവാണ്. ജെഫ്രി റെഡി ആണല്ലോ അല്ലേ? ഞാനായിരിക്കും ജയിക്കാൻ പോകുന്നത്. നോക്കാലോ. ഞാൻ മൗണ്ട് എടുത്തില്ല, അല്ലെങ്കിൽ ഗോപ്രോ ഹെൽമെറ്റ് വെച്ചിട്ട് ഫുൾ റെക്കോർഡ് ചെയ്യായിരുന്നു. അത് വേണ്ട, ഞാൻ എന്തായാലും ജയിക്കുള്ളൂ. അന്നുണ്ടെങ്കിൽ അന്തോ ജയിക്കുള്ളൂ കേട്ടോ, ഉറപ്പാണ്. അന്ത് ഭയങ്കര ഡ്രൈവർ അല്ലേ. പൊളിക്കാൻ പോവാണ്. ആരും ജയിക്കുന്ന ലാസ്റ്റ് എടുക്കാൻ, കൈ പിടിച്ചോണ്ട് ഓടിക്കാൻ പറ്റില്ല. ജെഫ്രി ഫിറ്റായോ? ജെഫ്രി റെഡി റെഡിയാണത്. ഇപ്പൊ ഓവർടേക്കില് ജെഫ്രി ഒരു മേച്ചാണ്. കൊച്ചു പിള്ളേരെ പോലെ ബാക്കിൽ ഓടിച്ചുകൊണ്ട് നടക്കുക. എപ്പോഴും അങ്ങ് ദൂരെ ബാക്കിൽ കിടക്കുക. കണ്ട, ഞാൻ കുറച്ചു നേരം നിർത്തിടേണ്ടി വരും ജെഫ്രി വരാനായിട്ട്. ഒന്നും പറയാനില്ലല്ലോ, തോറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ തന്നെ വന്നത്. അപ്പൊ വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അടിപൊളി. ഓക്കെ, റേസ് ചെയ്യാൻ ജയിച്ചു, അതും കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ജെഫ്രി കൊണ്ട് പാർക്ക് ചെയ്തപ്പോ ഒരു പെൺകുട്ടി വന്ന് ഒറ്റ ഇടി കാറി ജെഫ്രി നടുപോയത്. ജെഫ്രിന് എഴുതേക്കാൻ പോയി ഒറ്റയടി ഒരു പെൺകുട്ടി. ലാസ്റ്റ് സോറി പിന്നെ പറഞ്ഞ് സുന്ദരി ആയതുകൊണ്ട് ജെഫ്രി കുഴപ്പമില്ല ഫോട്ടോ ചെയ്ത്. സോറി പറഞ്ഞിട്ടല്ല, സുന്ദരി ആയതുകൊണ്ടാണ്. അപ്പൊ അടുത്ത ഗെയിം ഷൂട്ടിംഗ് റേഞ്ച് ആണ്. ഇതിൽ ആര് ജയിക്കുന്നു നോക്കാം. എന്താ നിഹാല ജയിക്കുള്ളൂ, ഉറപ്പാണല്ലോ. ഒറ്റ ഉന്നം ഇല്ലാത്ത ആളാണ് ജെഫ്രി, ഓരോ ഉന്നവും ഇല്ല. ജെഫ്രിന് എടുത്തോ. ആ നിൽക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. ആ നിൽക്കുന്ന രീതി, ഹിപ്പൊക്കെ തള്ളിപ്പിടിച്ച് നിൽക്കണം. നോക്കട്ടെ നിൽക്കാൻ അറിയുമെന്ന്. ലെഗ്സ് പാരലല്. ഓ, ഇത് ശരിക്കും മറ്റൊരു സിനിമയിലെ മറ്റേ റാംബോനൊക്കെ പോലെ ഉണ്ടല്ലോ ജെഫ്രി. ഹിപ്പ് ഫ്രണ്ടിലേക്ക് തള്ളണം. ആ നോക്കട്ടെ. 10 ഷോട്ട്. അതിനിടെ പേപ്പർ ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് അറിയാം സ്കോറ്. അപ്പം ഞാൻ എടുക്കുന്നില്ല, നമുക്ക് ലാസ്റ്റ് നോക്കാം ആര് ജയിക്കും. ഒരെണ്ണം നോക്കട്ടെ. ഒരു ഷൂട്ട് ചെയ്യും. 10 ഷോട്ട്സ് ഉണ്ട്. ആ മതി, എത്ര നേരമായി? ഒന്നും കൊണ്ടില്ലാന്ന് തോന്നുന്നു. അപ്പുറത്തെ പോയ അപ്പുറത്തെ പറമ്പില പോയ. എന്നാലും സാധനം ഇങ്ങോട്ട് വരട്ടെ, ഞാനും നോക്കട്ടെ. ജെഫ്രിൻ ചെയ്തൊക്കെ പൊട്ടത്തിട്ടാണ്. ഒന്ന് ജെഫ്രിന് കഴിഞ്ഞു. ഇതല്ല ഞാൻ നിൽക്കുന്നത്. ജെഫ്രിൻ ബാക്കിൽ പോകും. ആദ്യം ഷോൾഡർ റെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഷോൾഡർ ഇവിടെ വെക്കണം. ഇപ്പൊ ഫ്രണ്ടിലേക്ക് കുറച്ച് ബാക്കിലേക്ക് നോക്കണം. ഇപ്പൊ ഒരു സൗണ്ട് വരും. നോക്കിയാ അതിന്റെ ഭയങ്കര എയിമാണ്. അപ്പുറത്തേലെ കൊണ്ടുവന്നു. എന്തായാലും അത് കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരും. അതൊക്കെ എവിടെ ജെഫ്രിന് കൊണ്ടുവന്നിട്ട് കാണിക്കും. ഇതിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വരും. എന്റെ പോയിന്റ് ഇതേ വരുന്നു. സക്കായോ വന്നോ? ആ അമ്പ നോക്കാലോ. എത്ര 10, 9 നോക്കട്ടെ ജെഫ്രി. ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇത് കൗണ്ട് എവിടെ? അത് 9. ആ നടുക്കത്തെ 10. എന്റെ 3 എണ്ണം 10 ഉണ്ട്. ഇല്ല ഇത് 3 എണ്ണം.
3 10. പക്ഷെ വേറൊരു കാര്യം ഇത് കണ്ട പുറത്തേക്ക് ഇല്ല, ഇതേ ജെഫ്രിന് 2, 3 ഉണ്ട്. 2 ഉള്ളൂ. എനിക്ക് അവിടെ ഇല്ല, എനിക്ക് 3 ഇല്ല. ഏറ്റവും ലോവസ്റ്റ് 5, ബാക്കിയെല്ലാം 9. ഞാൻ തന്നെ ജെഫ്രി സംഭവം, ഭയങ്കര സംഭവമാണ് ജെഫ്രി. എന്റെ പോയിന്റ് 78. ജെഫ്രിൻ നോക്കാലോ, തോറ്റത് ഇപ്പോഴേ സമ്മതിച്ചേക്ക്. അതൊക്കെ 71 തോറ്റ്, രണ്ടാമത്തേലും തോറ്റ്. 7 പോയിന്റിന് പോയിട്ട് തോറ്റ് 7-1 അറിയണ്ട, തോറ്റ്. കുഴപ്പമില്ല, അപ്പൊ ഞാൻ ഒരു കോഫി വാങ്ങി തരാം. അപ്പൊ ജെഫ്രി അടുത്ത തന്നെ തോക്കാൻ വേണ്ടി കയറാലോ ബൗളിംഗ്. ഇതുവരെ ഞാൻ കളിച്ചിട്ടില്ല. ഞാനും അധികം കളിച്ചിട്ടൊന്നുമില്ല. അധികമല്ല, അപ്പൊ കളിച്ചിട്ടുണ്ട് ഇടയ്ക്ക് 1-2 തവണ. അടിപൊളിയാണ്, അടിപൊളി ബൗളിംഗ് ട്രാക്ക്. ജെഫ്രി പോയിക്കാം. തമ്പലല്ല ജെഫ്രി, കാണിച്ചു കൊടുക്കുന്ന ജെഫ്രിന് എങ്ങനെ അറിയണ്ടേന്ന്. ജെഫ്രിന് ഒരു ഐഡിയ ഇല്ല. സ്ട്രൈക്ക് എന്നെ സെക്കൻഡ് റൗണ്ട് എനിക്ക് സ്ട്രൈക്ക് കേട്ടാ, എല്ലാം ഇട്ട് ഫുൾ. സെക്കൻഡ് റൗണ്ട് എനിക്ക് ഫുൾ ഒറ്ററിയ എല്ലാം നിറഞ്ഞു കേട്ടു. കണ്ടു പഠിക്കന്നെ ജെഫ്രി, കണ്ടു പഠിക്ക്. അടിപൊളി. ഫുള്ള് ജെഫ്രിനും ഫുള്ള്. അപ്പൊ ഇതും ജെഫ്രിൻ തോറ്റു. ഞാൻ 125-96 ഇതും തോറ്റു. പോയിക്കാ എല്ലാത്തിലും. അങ്ങനെ എല്ലാത്തിലും ഞാൻ ജെഫ്രിനെ തോപ്പിച്ച് മലത്തി അടിച്ചിരിക്കുകയാണ്. ഇത് മിക്കവാറും മോഹൻലാലും ജഗതി മറ്റേ ഇതുപോലെ യോധയിലെ അതുപോലെ തന്നെയാണ് ഈ സംഭവം. നല്ല അഹങ്കാരമുണ്ട്, നല്ല അഹങ്കാരമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജെഫ്രി തോറ്റ് കഴിയുമ്പോൾ ആ ജയിച്ചതിന് ഒരു സന്തോഷം. അപ്പൊ അടുത്ത ഗെയിം എന്താ, ഷൂട്ടിംഗ് ഗെയിമാണ്, ലേസർ ടാഗ്. ഇത് ബേസിക്കലി നമ്മൾ വേറെ ഗ്രൂപ്പായിട്ടാണ് ടീമായിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അങ്ങോട്ട് വെടിവെക്കുക. അകത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും, അതുകൊണ്ട് എടുക്കുന്നില്ല. പക്ഷേ വെളിയിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇതിൽ ജെഫ്രിൻ തോക്കില്ല, കാരണം ഞങ്ങൾ ഒരു ടീമാണ്. അപ്പോൾ എന്തായാലും തോക്കില്ല എന്നുള്ള ധൈര്യത്തിലാണ് ജെഫ്രിൻ വരുന്നത്. ഇതൊക്കെ അടിപൊളിയായിരിക്കും. നാട്ടിൽ ലേസർ ടാഗ് ഇല്ല, അടിപൊളി ഗെയിം. ജെഫ്രിൻ തിളക്കം മാത്രം കാണാം, മിണ്ടാതിരുന്ന് ജയിക്കണം കേട്ടോ. ഇതെങ്കിലും അടിപൊളി ജയിക്കാം. ഇതാണ് നമ്മുടെ ടീംമേറ്റ്. ഇവരൊക്കെ കർണാടകക്കാരാണ്. പോയി വിളിക്ക്. ജെഫ്രിനെ വിളിക്കാൻ പാടായിരിക്കും. എന്തെങ്കിലും കാണിക്കും. ഇവിടെ എന്റെ അടുത്ത് നിൽക്കല്ലോ. തുടങ്ങി ഓട്. നമ്മള് തോറ്റ്, നമ്മള് റെഡാ. അപ്പൊ വേഗം പോവാം. എക്സ്പീരിയൻസ് പീപ്പിൾ തോറ്റു, നമ്മള് തോറ്റു. ജസ്റ്റ് 5000 പോയിന്റേ ഉള്ളായിരുന്നു. കുഴപ്പമില്ല. അതാ ഇങ്ങനെ അന്തും ജെഫ്രിനും കൂടെ റീബോക്കിന്റെ ഷോറൂമിൽ പോയി. അവിടെ സെയിൽ നടക്കുന്നുണ്ട്, ഷോർട്സ് വാങ്ങാന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനുണ്ടായിരുന്നു. പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. ദിസ് റൂം ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇത്രയും ഒരു അടിപൊളി റൂം ഞാൻ താമസിച്ചിട്ടുള്ളത് എനിക്കൊന്ന്. കാരണം ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതുപോലത്തെ ഒരു വാഷ് ഏരിയ ഉണ്ട് സെപ്പറേറ്റ്. കിഡിലൻ ഒരു ലിവിങ് റൂമാണ്. ആൻഡ് ഈവൻ ഓൾ ദീസ് തിങ്സ് എല്ലാം ഒരു ആൻറ്റീക് ഫിനിഷാണ്. ഇത് ലാമ്പിൻ്റെ സ്റ്റാൻഡ്, അതല്ലാതെ ഈവൻ ബാക്കിലുള്ള സ്വിച്ച് ബോർഡിൻ്റെ ഫിനിഷ് എല്ലാം ഒരു സിൽവർ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ ഡോറിൻ്റെ ഒക്കെ പാറ്റേൺ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. കിഡിലൻ ഡോറാണ്, ഭയങ്കര സ്മൂത്ത് ഓപ്പറേഷനാണ്. ഇതൊക്കെയാണ് ഒരു ടച്ച് ഓഫ് ലക്ഷറി ആഡ് ചെയ്യുന്നത്, ആ ഒരു ഓപ്പറേഷൻ സ്മൂത്ത്നെസ് ഒക്കെ. അതല്ലാതെ ഈവൻ ഈ ഒരു ഡ്രോയർ കണ്ട, ഇതൊരു ആൻറ്റീക് ഫിനിഷാണ്, ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഇതും നല്ല സ്മൂത്തായിട്ട് തുറക്കും അടയ്ക്കുകയൊക്കെ ചെയ്യും. ഇത് ഇവിടെ അലാറം ക്ലോക്കാണ്. ഇത് നമുക്ക് റേഡിയോ ഒക്കെ വെച്ച് എഴുന്നേക്കാം. വ്യൂ രാവിലെ കാണിച്ചു തരാം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഈവൻ ആ ഒരു സെയിം തീമാണ് ഇവിടുത്തെ ഈ ബോക്സിലും കൊടുത്തിരിക്കുന്നത്. ഈവൻ ഇൻ ദ ബാത്റൂം അവർ കൊടുത്തിരിക്കുന്ന ആ തീമും കണ്ട, ഈ ഒരു ഹാൻഡിലൊക്കെ ഇതൊരു ആൻറ്റീക് ഫിനിഷ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ കുളിച്ചിറങ്ങിയുള്ളൂ. ഇവരുടെ ക്രീമും മോയ്സ്ചറൈസറൊക്കെ 1 കിലോമീറ്റർ ദൂരെ നിന്നാലും അതിൻ്റെ മണം കിട്ടും. ബ്യൂട്ടിഫുൾ. ഇവരുടെ ഇത് കണ്ട സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ബോക്സ്
പേസ്റ്റും അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഐ ലവ് ദിസ് റൂം. ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. ശരിക്കും 3 ദിവസം ഇവിടെ തന്നെ എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പാക്കേജിൽ ഡിന്നർ ഇൻക്ലൂഡഡ് ആണ്. സോ അന്തും ജെഫ്രി നിന്നും താഴെ എത്തിയിട്ടുണ്ട്. ഞാനും താഴെ പോട്ടെ. എനിക്കൊന്ന് സെറ്റ് മെനു ആയിരിക്കും, ബുഫേ അല്ല. പക്ഷേ നല്ല കിഡിലൻ ഡിന്നർ ആവാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ എന്തോ കാരവേ കിച്ചൺ അതാന്ന് തോന്നുന്നു. ഹൈലി റേറ്റഡ് റെസ്റ്റോറൻ്റ് ആണ്. ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ. ഇനി അത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ ഫുൾ ഡയറ്റ് പോയി കേട്ടോ. അതായത് വർക്കൗട്ട് ചെയ്താലും ഡയറ്റ് ഫുൾ പോയി 3 ദിവസം. പ്രിയതെ കോപ്പർ വെസൽസ് ഇവിടെ ഉണ്ട്. ആൻഡ് വാട്ട് യു സെഡ് വാസ് ട്രൂ. അക്കോർഡിംഗ് ടു ആയുർവേദ കോപ്പർ എൻറിച്ച് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇനി തൊട്ട് ഞാനും കോപ്പറിലായിരിക്കും കുടിക്കുക. പക്ഷേ കോപ്പർ ജഗ്ഗിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഓവർനൈറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് രാവിലെ കോപ്പർ ഗ്ലാസ്സിൽ തന്നെ വെള്ളം കുടിക്കണം. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്നാലും നമ്മൾ വാങ്ങിയ പോലത്തെ തന്നെയാണ്, ജയ്പൂരിൽ നിന്ന് വാങ്ങിയ പോലത്തെ തന്നെ പാത്രമാണ്. വേഗം ആരും ഇല്ലാത്ത ടൈമിൽ നമ്മൾ ഇവിടുത്തെ പബ്ലിക് ബാത്റൂം ഒന്ന് വന്ന് കാണാൻ വിചാരിച്ചു. എന്ത് ഇത് ബാത്റൂമാണോ അതോ കിടന്നുറങ്ങണോ? സോപ്പ് ഓട്ടോമാറ്റിക്. ഇത് പൂക്കളൊക്കെ എന്തൊരു നല്ല മണം ഇത്. ഓ, ഗാർഡനിൽ കയറിയൊരു മണം. ഞാൻ നല്ല കുളി വിളിച്ചു കേട്ടോ ബാത്റൂമില്. ആ ഒരു എന്താ അവരുടെ സോപ്പും മറ്റേ ടബിൽ കിടന്ന് ഉറങ്ങാം. അതെ, ഇത്ര നേരം ഉറങ്ങിയ ചെയ്യണോ ഒന്നും കൂടെ ടബിൽ കിടന്നൊന്ന് കുളിച്ചോ. അപ്പൊ ആ ഡിന്നറിന് പോവാ. കിട്ടിയോ? ഷോർട്സ് കിട്ടിയോ? സ്പ്രെഡ് കാണിക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാം ഉണ്ട്. എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. ആന്ധ്രയുണ്ട്, ചൈനീസ്, ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഡിസേർട്ട്സ്, സൂപ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ കാണിക്കാൻ കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം എടുത്തത്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ഡിംസംസ് ആണ്. കുറച്ച് ഹോട്ട് ഓയിലും. ഇത് ആന്ധ്ര സ്റ്റൈൽ ചില്ലി ചിക്കനാണ്. ക്രീം ബ്രോക്കലി സൂപ്പ്. ഡിംസം ഇത് കിട്ടിയില്ല. ഡിംസം കിട്ടിയില്ലേ? എന്തുവാ താല്പര്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. പക്ഷേ ഈ ബുഫേ ആയതുകൊണ്ട് എന്താ പ്രശ്നം അറിയാം, നല്ല ഡെസേർട്ട് സ്പ്രെഡ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ആക്ച്വലി ഇന്ന് പ്ലാൻ ചെയ്ത ഡിന്നർ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കോർണർ ഹൗസിൽ പോകണം എന്നാണ്. പക്ഷെ എന്തായാലും അത് നടക്കില്ല ഇവിടുത്തെ ഡെസേർട്ട് കഴിച്ച് കഴിഞ്ഞാൽ. അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു ട്രാജഡി. ബുഫേ കിട്ടിയതിൻ്റെ ഒരു ട്രാജഡി. ഡിംസം നിങ്ങൾ മോമോസ് കഴിച്ചിട്ട് അത് ഡിംസം സെയിം ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കും. മോമോസിൻ്റെ ടേസ്റ്റും കാട്ടി ഒരു 3 times ഹയർ ആണ് ഡിംസം. കാരണം എൻ്റെ സ്റ്റഫിങ്ങിൻ്റെ എൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ മെത്തേഡാണ്. അതുമാത്രമല്ല ശരിക്കും നല്ല ഡിംസംസ് നല്ല എക്സ്പെൻസീവ് സ്ഥലത്തെ ഇവിടെ കിട്ടാറുള്ളൂ. അത് മാത്രമാണ് ഒരു വിഷയം. വെളിയൊക്കെ ഇപ്പോൾ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ട്രീറ്റ് ഫുഡും നല്ല ഡിംസംസ് കിട്ടും. പക്ഷേ ഇവിടെ അത് കിട്ടില്ല. ചിക്കൻ്റെ കളർ വരാം, പിങ്ക് കളർ. ഇതൊരു ടേസ്റ്റാണെന്നറിയോ? ആൻഡ് ഇറ്റ്സ് റിയലി ഹെൽത്തി ടു. ആ ബാറ്ററിന് വരെ നല്ല ടേസ്റ്റ്. ഈ ആന്ധ്ര ചില്ലി ചിക്കൻ ഭയങ്കര സംഭവം എന്നൊക്കെ ജെഫ്രിനും അന്തുമൊക്കെ പറഞ്ഞു. നോക്കട്ടെ. നോ ഡൗട്ട് ചൈനീസും കാട്ടി ബെറ്റർ. അത് ഭയങ്കര സ്പൈസി ഒന്നുമല്ല, നല്ലൊരു ഒത്തിരി മസാലയില്ല. ആക്ച്വലി അധികം സാധനങ്ങൾ മസാല ഒന്നും ഇല്ലല്ലേ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. മൈൽഡ പെപ്പറും കുറച്ച് മുളക് പൊടിയും മല്ലിയിലയും ഗരം മസാലയും അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ എല്ലാം മൈൽഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ ഭയങ്കര സോഫ്റ്റ്. ഇത് കണ്ടോ, ഫിഷർമെൻ സ്റ്റൂ. ഇത് വളരെ ഒരു ഇംഗ്ലീഷ് ഡിഷാണ്. ഇതിൽ ബേസിക്കലി എന്ത് വേണമെങ്കിലും ഇടാം. അത് കുക്കിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് സീ ഫുഡ് എന്ത് വേണമെങ്കിലും ഇടാം. ഇത് ആക്ച്വലി പണ്ടത്തെ കാലത്ത് ഈ ഫിഷർമാനൊക്കെ തിരിച്ചു വന്നിട്ട് ഈ ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടല്ലോ അത് വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫിഷിൻ്റെ ബോൺസ് ആയിരിക്കും, കുറച്ച് പ്രോൺസ് കാണും, പ്രോൺസിൻ്റെ തല മാത്രം കാണും, ഫിഷിൻ്റെ വാല് കാണും. അങ്ങനെ എന്ത് വേണമെങ്കിലും അത് റേറ്റ് അനുസരിച്ച് ക്വാളിറ്റി കൊടുക്കും. ഏറ്റവും റേറ്റ് കൂടിയതിൽ മറ്റേ കാവിയാറും സാൽമണും അതൊക്കെ ആയിരിക്കും ഇവിടെ. പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു. സ്ക്വിഡും പ്രോൺസും ഇത് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ. എനിക്ക് സൂപ്പ് പോലെ കഴിക്കാനാണ് ഇഷ്ടം. ഇതിലിപ്പോൾ സ്ക്വിഡ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, ഫിഷ് ഉണ്ട്. സീ ഫുഡ് ലവേഴ്സിൻ്റെ ഡ്രീം ഡിഷാണിത്. ഇത് സീ ഫുഡ് കാസറോൾ അങ്ങനത്തെ ഒക്കെ. ഇത് ടൊമാറ്റോ ബേസ്ഡ് ആണ്. ഇറ്റ്സ് ലിറ്ററലി ലൈക്ക് ഓഷ്യൻ ഓർ സീ ഇൻ ദ മൗത്ത്. ശരിക്കും അത് ചെറിയ സോൾട്ടിനെസ് ഉണ്ട്. അടിപൊളി. ചിക്കൻ ഇൻ റെഡ് വൈൻ സോസ് ആണ്. യു ക്യാൻ ലിറ്ററലി ടേസ്റ്റ് ദ വൈൻ. ഞാൻ കുടിക്കില്ല, എന്നാലും ആ വൈൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ശരിക്കും. അതല്ല, ആ വൈൻ്റെ ഒരു ഫ്ലേവർ തന്നെ ചിക്കൻ്റെ അകത്ത് ഇൻഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഓ
ഇത് ശരിക്കും ഈ റെഡ് വൈനൊക്കെ വെച്ച് കുക്ക് ചെയ്യുന്ന ഫ്രഞ്ചുകാരാണല്ലോ. ഫ്രഞ്ച് ക്യൂസീൻ്റെ ഒരു ഭാഗമാണ് ഇറ്റലിയൊക്കെ. മെയിനായിട്ട് ഫ്രഞ്ച് ക്യൂസീനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചൈനീസ് രീതിയിലാണ് അവർ ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയിരിക്കുന്നത്, ചിക്കൻ ഇൻ റെഡ് വൈൻ സോസ്. അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഫിഷ് ഇൻ ബ്ലാക്ക് ബീൻ സോസ് അടിപൊളിയാണ്. അത് പക്ഷേ സാധാരണ ഒരു ഡിഷ് തന്നെയാണ്. പക്ഷേ ഡിഷിനെ പിന്നെ ഞാൻ പറയുന്നത് എലിവേറ്റ് ചെയ്യുന്നത് ആ ഫിഷിൻ്റെ ക്വാളിറ്റിയാണ്. അടിപൊളി, എല്ലാം അടിപൊളി. എന്തെങ്കിലും ആവറേജ് ഡിഷ് ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ഈ ഫുഡ് ട്രിപ്പിൽ നമ്മൾ വന്നതിൽ ഒരു ഡിഷും ഒരു ദിവസം പോലും മോശമായിട്ടില്ല കേട്ടോ. അത് ഞങ്ങളൊന്നും ഇടാതിരുന്നിട്ടില്ല. എവറിത്തിങ് വാസ് സോ ഗുഡ്. അതാണ് ശരിക്കും വൈറ്റ് ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ട്. അത് ചിലപ്പോൾ ഇവരെൻ്റെ കൂടെ വന്നുകൊണ്ടായിരിക്കും കേട്ടോ. ആ ഓ, ഇവിടെ വേദവും തീ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അവർ കളിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഡിസേർട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ ജെഫ്രി, ഒന്നിൻ്റെ പേര് ഓക്കെ. കേക്ക് റാസ്ബെറി ഗ്ലേസ് ബെറി, ഇതൊക്കെ കാണാൻ രസം നോക്ക്, അടിപൊളി. ഇത് റെഡ് വെൽവെറ്റാന്ന് തോന്നുന്നു. ഇത് കാരമൽ കേക്ക്, ഫ്ലവർലെസ് മാംഗോ കേക്ക്, ഹണി ഗ്രേപ്പ് കേക്ക്. ഇതെന്തോ ഇന്ത്യൻ സ്വീറ്റാണ്. അപ്പോൾ എൻ്റെ സാധനമുണ്ട് ഹോട്ട് ചോക്ലേറ്റ് പുഡിംഗ്. ജെഫ്രി അതാണ് എൻ്റെ സാധനം ഉണ്ടെന്ന്. ഹോട്ട് ചോക്ലേറ്റ് പുഡിംഗ്, പേട എല്ലാം കഴിഞ്ഞു. ബേക്ഡ് ഗുലാബ് ജാമുനോ, ഇത് പ്രിയ പൊളിച്ചാണ് ഈ സാധനം. എല്ലാം എടുക്കാമല്ലോ. അപ്പോൾ ഓരോന്നോരോന്ന് വെച്ച് എല്ലാം എടുക്കാം. എനിക്ക് മുകളിലത്തെ ചോക്ലേറ്റ് വേണം, അത് എടുക്കല്ലേ. അത് ആരും ഭാഗ്യം തൊട്ടിട്ടില്ല. അന്തു മാറൂ, ഞാൻ ഷെഫിനോട് ആ ചോക്ലേറ്റ് പൊട്ടിച്ചു തരാൻ പറഞ്ഞു. നമുക്ക് സ്പൂൺ വെച്ച് മാറ്റുന്നില്ല. യാ പ്ലീസ്. ഫുള്ള് വെക്കണ്ട, ഫുള്ള് വെച്ചാൽ ചത്തു. അടിച്ചൊക്കെ പൊട്ടിക്കണം. ആ സൂപ്പർ, താങ്ക് യു. എടുത്തേക്ക്, ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം, വേസ്റ്റ് ആവില്ല ഒന്നും. ഞാൻ വിചാരിച്ചു, ഞാൻ എടുത്ത ഡിസേർട്ട്സ് അടിപൊളിയാണ്. എല്ലാത്തിനെയും ഡിസേർട്ട്സ് ഒരു ഫ്രഞ്ച് ബേക്കറിയുടെ ഒക്കെ ഒരു ഡിസേർട്ടിൻ്റെ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ അതിൽ കുറച്ച് ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ട്. പക്ഷെ ഞാനൊരു സംഭവം അല്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എന്താ, അന്തും അല്ല. ഞാൻ കുറച്ച് ഇത് നോക്കിക്കേ, 3 സ്കൂപ്പ് ഐസ്ക്രീം. അതൊരു സൺഡേ ആയി, അല്ലാതെ എന്തൊക്കെ എടുത്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവിടെ പൊട്ടിച്ച് തന്നെ സാധനത്തിന് തന്നെ തുടങ്ങാം. ഞാൻ കഴിച്ചു. അത് പ്യുവർ ചോക്ലേറ്റ് ഷെൽ, അകത്തൊന്നുമില്ല. പക്ഷെ അടിപൊളി ടേസ്റ്റ്. പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഡിസേർട്ട് ഇത് തന്നെയാണ്. എന്തൊരു ഭംഗിയാണ്. അഴകം കണ്ടു, പക്ഷെ എനിക്ക് വേണ്ട. എനിക്ക് ഇന്ത്യൻ ഡിസേർട്ട്സ് കഴിക്കാൻ ഒരു മൂഡില്ല. ഭയങ്കര ഭംഗി. ഇത് കോക്കനട്ട് ഡോമി എന്ന് തുടങ്ങാം. ഇതാണ് കോക്കനട്ട് ഡോം കേട്ടോ. നല്ല പേരല്ല, എനിക്കൊന്ന് ഫുൾ ഒരു കോക്കനട്ട് സൂഫ്ലെ പോലെ ആയിരിക്കും. പ്രിയക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇളനീർ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഫ്യൂഷൻ വേർഷൻ. ഭയങ്കര ഇഷ്ടമാണ്. കാരണം വളരെ കുറച്ച് മധുരമേ ഉള്ളൂ, നല്ല ടെക്സ്ചർ. ശരിക്കും കരിക്ക് കഴിക്കുന്ന ഒരു ഫീൽ. ശരി അതുപോലെ ഉണ്ട് കേട്ടോ. അകമൊക്കെ ഫുൾ കരിക്കാൻ തോന്നുന്നു. ഒരു വൈറ്റ്നെസ് ഉണ്ട്. ഓ ടു ഗുഡ്, ടു ഗുഡ്. ശരിക്കും കരിക്ക, അകത്ത് കരിക്ക. അന്തും എടുത്തില്ല അത്. ഈ സാധനം കഴിക്കാനേ തോന്നില്ല എൻ്റെ ഭംഗി കാരണം. പക്ഷെ എന്ത് ചെയ്യാനാ. ഓ അകത്ത്, ഓ മൈ ഗോഡ്, അകത്ത് വെനില ക്രീമും ചോക്ലേറ്റ് പേസ്റ്റ് ഒക്കെയാന്ന് തോന്നുന്നു. ലാസ്റ്റ് പീസ് എടുത്തെല്ലാം ആ റാസ്ബെറിയുടെ പുളി ചോക്ലേറ്റിൻ്റെ സ്വീറ്റ്നെസ് കട്ടാക്കുന്നുണ്ട്. സോ പെർഫെക്റ്റ് ബാലൻസ് ആണ്. നല്ല ടെക്സ്ചറും. ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് എനിക്ക് കിട്ടിയത് നല്ലായിരുന്നില്ലേ. ഞാനപ്പോൾ ഈ ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ് പുഡിംഗ് കൂടെ കഴിച്ച് ഇന്നത്തെ ഗംഭീര ഡിസേർട്ട് ഡിന്നർ അവസാനിപ്പിക്കാം. പെർഫെക്റ്റ് എൻഡിങ് ടു എ പെർഫെക്റ്റ് ഡേ. അപ്പം ഞങ്ങൾ എത്രമാത്രം ഈ 3 ദിവസം എൻജോയ് ചെയ്തു, അത്രയും മാത്രം നിങ്ങളും ഇത് കണ്ട് എൻജോയ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.